ആനകളുടെ ശവപ്പറമ്പായി വനം വകുപ്പിന്റെ ദേവികുളം റേഞ്ച്. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാലിലെ മനുഷ്യരും വന്യമൃഗങ്ങളും. 24 മാസത്തിനുള്ളിൽ ചിന്നക്കനാലിൽ ചരിഞ്ഞത് 7 ആനകളാണ്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാൽ ജനതയും കാട്ടാനകളും. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിൽ ജീവിക്കാനായുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും ചിന്നക്കനാൽ നിവാസികളും. 2022 സെപ്റ്റംബർ മുതൽ 2024 സെപ്റ്റംബർ വരെ ദേവികുളം റേഞ്ചിന് കീഴിൽ ചെരിഞ്ഞത് 7ഓളം ആനകളാണ്. ഇതിൽ അവസാനത്തെ ഇരയാണ് മുറിവാലൻ കൊമ്പൻ. പരസ്പരം ഏറ്റുമുട്ടി ആനകൾ ചെരിയുന്നത് വിരളമാണ്. രോഗബാധയും വൈദ്യുതി ആഘാതവുമാണ് ആനകളുടെ ജീവൻ കൂടുതൽ അപഹരിക്കുന്നത്. വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് സിഗരറ്റ് കൊമ്പൻ ചെരിഞ്ഞത്. 301 കോളനിയിലെ വനവാസി വിഭാഗക്കാരുടെ കൃഷിയിടത്തിൽ നിന്നും ഷോക്കേറ്റ് പിടിയാന ചെരിഞ്ഞ സംഭവം ഉണ്ടായി. കുട്ടിയാനകളാണ് ചിന്നക്കനാൽ മേഖലയിൽ കൂടുതലായും ചെരിയുന്നത്. രോഗബാധയെ തുടർന്നും കൊമ്പന്മാരുടെ ആക്രമണത്തിന് ഇരയായുമാണ് കുട്ടിയാനകൾ ചെരിയുന്നത്. ഹെർപ്പിസ് വൈറസ് ബാധയും മരണത്തിന് കാരണമാകുന്നുണ്ട്. ദേവികുളം റേഞ്ചിൽ ഇനി അവശേഷിക്കുന്നത് 17 ആനകൾ മാത്രമാണ്. അതിൽ പ്രായപൂർത്തിയായ കൊമ്പന്മാരിൽ അവശേഷിക്കുന്നത് ചക്കക്കൊമ്പൻ മാത്രവും. ഇത് ആനകളുടെ ജനനനിരക്ക് ഗണ്യമായി കുറയുന്നതിനും ജനിതക വൈകല്യങ്ങൾക്കും കാരണമായേക്കുമെന്നും വിദഗ്ധർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ കടന്നുകയറ്റവും ഉപദ്രവവും കാട്ടാനകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും വരുന്ന നാളുകളിൽ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും കാട്ടാനകൾ തുടച്ചു നീക്കപ്പെടുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഓരോ കൊമ്പന്മാരെയും ഒന്നില്ലെങ്കിൽ അത് തമ്മിൽ ഏറ്റുമുട്ടിച്ചാകുക, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആളുകൾ അതിനെ അപായപ്പെടുത്തി കൊല്ലുക. അങ്ങനെ വന്ന് ഇപ്പോൾ പ്രായപൂർത്തിയായ കൊമ്പൻ ഇല്ലാണ്ടായിരിക്കുന്നു. ഏക കൊമ്പൻ ഇനി ചക്കക്കൊമ്പൻ മാത്രമേ ഉള്ളൂ. അതിനേണ്ട 50 വയസ്സ് 51 വയസ്സായിട്ടുണ്ട്. അതുപോലെ ഇടുക്കിയിലെ പല മേഖലയിലും നമ്മൾ ആനകളുടെ എണ്ണം സെൻസസ് എടുത്തു കഴിയുമ്പോൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കൊമ്പൻ്റെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചാൽ അടുത്തത് നമ്മുടെ പ്രകൃതിയിലുള്ള ആവാസ വ്യവസ്ഥ അല്ലെ കാലാവസ്ഥയെ തന്നെ ഇത് ബാധിക്കും. ചിന്നക്കനാലിലെ സ്വർഗതുല്യ ഭൂമിയിൽ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും മനുഷ്യരും. ശാശ്വത പരിഹാരം കണ്ടെത്തുവാനോ മനുഷ്യ വന്യമൃഗ ജീവനുകൾ സംരക്ഷിക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്കും കഴിയുന്നില്ല. ജനം, ഇടുക്കി.